പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. പുളിയിഞ്ചി ഉണ്ടാക്കി, പിന്നെ വാഴത്തണ്ട് ഉണ്ടായിരുന്നു, വാഴപ്പിണ്ടി എന്നൊക്കെ പറയില്ലേ, അത് പരിപ്പിട്ട് ആ ഒരു കറിയും കൂടിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. ഇവിടെ വാഴത്തണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ഒന്ന് മാറാതിരിക്കാൻ വേണ്ടിയാണ്. കച്ചട്ടിയിലാണ് കേട്ടോ വേവിക്കാൻ പോണത്. കൂട്ടത്തിൽ ഒരു പിടി ചെറുപരിപ്പ് കുതിർത്തതും കൂടി ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പം ഇനി വേറൊരു ചട്ടിയിൽ ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടായിട്ട് ഇഞ്ചി വറുത്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. ഇഞ്ചി നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇനി അരപ്പ്, അതായത് നാളികേരം, ജീരകവും പച്ചമുളകും കൂടി കേട്ടോ വാഴപ്പിണ്ടിക്ക് വേണ്ടി അരയ്ക്കണത്. വാഴപ്പിണ്ടിയിൽ ഉപ്പൊക്കെ ഇട്ടു. ഇനി നമ്മുടെ ഇഞ്ചി അതുപോലെ കണ്ട കളറൊക്കെ മാറി ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട് ആ ഇഞ്ചിക്ക്, നമുക്ക് അറിയാൻ പറ്റും. ഇനി അതിൽ കുറച്ച് കടുകും ഉലുവയും വറ്റൽമുളകും കൂടി ഞാൻ കൂട്ടത്തിൽ തന്നെ വറുക്കുക കേട്ടോ. വേണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ചെയ്യാമായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇനി 2 പച്ചമുളകും കൂടി ചേർത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്തിട്ട് ഇനി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് പുളി, ഉപ്പ്, എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 2 കഷ്ണം ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം, ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരണ വരെ. അപ്പോഴേക്കും നമ്മുടെ വാഴത്തണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ച് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ കടുക് താളിച്ച് ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. ഇപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉലുവയില്ല, കടുകും ഉഴുന്ന് പരിപ്പും പിന്നെ വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങി. നമ്മുടെ പുളി ഇഞ്ചി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അധികം ഞാൻ ഇങ്ങനെ വറ്റിച്ചെടുക്കണില്ല കേട്ടോ. സദ്യക്കൊക്കെ വിളമ്പണമല്ലോ, നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ ഏകദേശം എണ്ണ തെളിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ പുളിയിഞ്ചി റെഡിയായി കഴിഞ്ഞു, വാഴത്തണ്ട് പരിപ്പിട്ട കറിയും റെഡിയായി കഴിഞ്ഞു. ഇനി ഒന്ന് കുറച്ച് നേരം തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് എടുക്കുള്ളൂ കേട്ടോ. ഒന്ന് സെറ്റായി വരട്ടെ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ കറി വെച്ച ഉടനെ ചൂടോടുകൂടി, ചിലർ പറയും ചൂടോടുകൂടി നല്ലതാണെന്ന് പറയും, പക്ഷെ അങ്ങനെയല്ല. കുറച്ച് നേരം ആ പച്ചക്കറിയിലും അല്ലെങ്കിൽ നമ്മൾ എന്ത് കറിയാണോ വെക്കണം അതിലൊക്കെ ആ മസാലയും അല്ലെങ്കിൽ ആ എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ചോറുണ്ണുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി ചോറുണ്ടിട്ടേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.